പെന്തക്കോസ്തിന് ഒരു ദൈവശാസ്ത്രമുണ്ടോ? ഇതൊന്നും വളരെ വലിയ ഗൗരവമായ ഒരു ഉപദേശപരമായി അവതരിപ്പിക്കപ്പെടുന്ന സാധനമല്ല. സുവിശേഷ യോഗങ്ങൾ നാട്ടുകാരെ അന്യഭാഷ പറഞ്ഞ് കേൾപ്പിക്കാനുള്ള വേദിയല്ല. ബ്രദറൻ മൂവ്മെന്റ് ഒക്കെ ഏകദേശം നാമാവിശേഷമായി പോകുമ്പോൾ പെന്തക്കോസ്ത് വളരുന്നുണ്ട് എന്ന് സാറിന് തോന്നുന്നുണ്ടോ? ഉണ്ട്. എല്ലാവർക്കും ഞങ്ങളുടെ സ്നേഹവന്ദനം. നമ്മുടെ കൂടെയുള്ളത് പാസ്റ്റർ രാജീവ് ആനിക്കാടാണ്. വേറൊരു പരിചയപ്പെടുത്തൽ അദ്ദേഹത്തെക്കുറിച്ച് ആവശ്യമില്ല. ക്രൈസ്തവ കൈരളിക്ക് വളരെ സുപരിചിതനായിട്ടുള്ള ആളാണ്. രാജീവ് ആനിക്കാട് വർഷമായിട്ട് ഈ സമകാലിക സംഭവങ്ങളെ വെളിച്ചത്തിൽ കുറച്ച് കാര്യങ്ങൾ നമ്മൾ ചർച്ച ചെയ്യുകയാണ്. പാസ്റ്ററെ, പെന്തക്കോസ്ത് വിശ്വാസം എന്ന് പറയുമ്പോൾ പാസ്റ്റർ അതിനെ ഏത് നിലയിലാണ് ഡിഫൈൻ ചെയ്യുന്നത്? പെന്തക്കോസ്ത് വിശ്വാസത്തെ ഞാൻ കാണുന്നത് വിശുദ്ധ ബൈബിളിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്ക് രൂപപ്പെട്ട് കിട്ടിയിട്ടുള്ള ഏറ്റവും കടഞ്ഞെടുത്ത ഉപദേശത്തിൽ അധിഷ്ഠിതമായിട്ടുള്ള ഒരു സമൂഹമായിട്ടാണ് ഞാൻ പെന്തക്കോസ്തിനെ കാണുന്നത്. പോരായ്മകളില്ലെന്നല്ല, അതെല്ലാ സമൂഹത്തിനുമുണ്ട്. പക്ഷെ വിശുദ്ധ ബൈബിളിൻ്റെ ഉപദേശത്തിൽ ആ ഉപദേശങ്ങളിൽ ഏറ്റവും ഔന്നത്യമുള്ളത് പെന്തക്കോസ്ത് ഇന്ന് പെന്തക്കോസ്ത് ഞാൻ പറയുന്ന നമ്മുടെ ആ സമൂഹം മുൻപോട്ട് വയ്ക്കുന്ന ഉപദേശങ്ങൾ തന്നെയാണ് എന്നാണ് എനിക്ക് വിശ്വാസം. അതുകൊണ്ട് പെന്തക്കോസ്തിൻ്റെ വക്താവാണ് ഞാനെന്ന് പറയുന്നതിൽ എനിക്ക് വലിയ സന്തോഷമുണ്ട്. പെന്തക്കോസ്റ്റൽ ക്രിസ്ത്യൻ ഫെയ്ത്ത് അപ്പോൾ ആദിമ സഭയുടെ ഒരു വിശ്വാസത്തോട് അത് ഏകദേശം അടുത്ത് നിൽക്കുന്നു എന്ന് നമുക്ക് വേണമെങ്കിൽ ചിന്തിക്കാം. ചിന്തിക്കാം. സമകാലിക മൂവ്മെന്റ് ആയിരുന്നു, അല്ലെങ്കിൽ പെന്തക്കോസ്റ്റിന് മുമ്പുണ്ടായിരുന്ന മൂവ്മെന്റുകളായ ബ്രദറൻ മൂവ്മെന്റ് ഒക്കെ ഏകദേശം നാമാവിശേഷമായി പോകുമ്പോൾ പെന്തക്കോസ്ത് വളരുന്നുണ്ട് എന്ന് സാറിന് തോന്നുന്നുണ്ടോ? ഉണ്ട്. പെന്തക്കോസ്താണ് വളരുന്നത് എന്ന് പറയാൻ കാരണം ഈ സുവിശേഷം അല്ലെങ്കിൽ യേശുക്രിസ്തുവിൻ്റെ കൽപ്പനയെ അടിസ്ഥാനപ്പെടുത്തിയുള്ള ഒരു വളർച്ച എന്ന് പറഞ്ഞാൽ നാനാ വിഭാഗങ്ങളിൽ നിന്നുള്ള. ഇപ്പം മറ്റ് സമൂഹങ്ങളുടെ വളർച്ച എന്നൊക്കെ പറയുമ്പോൾ ഇപ്പം നമ്മൾ ക്രൈസ്തവ സമൂഹത്തിലെ വ്യത്യസ്ത വിഭാഗങ്ങളെ പഠിക്കുമ്പോൾ അവിടെ അങ്ങനെ ഒരു ഒഴുക്കുണ്ടോയെന്ന് എനിക്ക് തോന്നുന്നില്ല. അപ്പം പെന്തക്കോസ്ത് തന്നെയാണ് വളരുന്നതെന്ന് പറയുന്നത്. അംഗബലം കൊണ്ട് നമുക്ക് മറ്റുള്ളവരോട് ഏതാണ്ട് അടുത്ത് നമ്മൾ വരുന്നുണ്ട് എന്ന് വേണേൽ പറയാം. ആഗോളമായിട്ട് കത്തോലിക്ക സമൂഹത്തിൽ ആഗോളപരമായിട്ട് ചിന്തിക്കുമ്പോൾ കത്തോലിക്ക പ്രസ്ഥാനം കഴിഞ്ഞാൽ പെന്തക്കോസ്റ്റൽ മൂവ്മെന്റ് അതിനോടടുത്ത് വരുന്നു. അതെ. അപ്പൊ അതിൽ ഏറ്റവും നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമുക്ക് നാനാജാതി മതസ്ഥരിൽ നിന്ന് ഉള്ള ആളുകളുടെ ഒരു കൂട്ടമായിട്ടാണ് പെന്തക്കോസ്ത്. അതൊരു പ്രത്യേകതയായിട്ട് തന്നെയാണ്. അങ്ങനെ പെന്തക്കോസ്ത് വളരുന്നുണ്ടെങ്കിൽ എന്തായിരിക്കാം അതിന്റെ ഒരു കാരണം? പരിശുദ്ധാത്മാവിന്റെ പ്രവൃത്തികൾക്കൊരു പ്രാധാന്യം കൊടുക്കുന്നു എന്നൊരു കാരണം നമുക്ക് മുന്നോട്ട് വയ്ക്കാൻ പറ്റുമോ? രണ്ട് കാര്യമുണ്ട്. ഒന്ന്, വചനത്തിന് നമ്മൾ കൊടുത്ത പ്രാധാന്യം, ഇന്നും കൊടുക്കുന്ന പ്രാധാന്യം. രണ്ട്, പരിശുദ്ധാത്മാവ്, അതിൻ്റെ പ്രവർത്തനങ്ങൾ, അത് ആ ശക്തിയിലുള്ള ആ വ്യക്തിയും ശക്തിയും ഒക്കെ ആയിട്ടുള്ള ആ ദൈവമാണല്ലോ. അപ്പൊ അതിൽ നമുക്കുള്ള ആഴമായിട്ടുള്ള ഒരു വിശ്വാസവും മറ്റു സമൂഹങ്ങളിൽ നിന്ന് വേറിട്ടുള്ള ഒരു സ്വീകാര്യത നമുക്ക് വചനത്തിനും പരിശുദ്ധാത്മാവിനും നമ്മുടെ പെന്തക്കോസ്തരുടെ ഇടയിലുണ്ട്. അത് തന്നെയാണ് നമ്മുടെ വളർച്ചയ്ക്കൊരു, അതാണ് വളർച്ച എന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം. പാസ്റ്റർ പറഞ്ഞു വരുമ്പോൾ മറ്റ് മൂവ്മെന്റുകളിൽ നിന്ന് സ്വീകരിക്കാവുന്നത് സ്വീകരിച്ചു, കൂട്ടിച്ചേർക്കേണ്ടത് ബിബ്ലിക്കലായിട്ട് കൂട്ടിച്ചേർത്തുമാണ് പെന്തക്കോസ്ത് വിശ്വാസം മുന്നോട്ട് പോകുന്നത്. അതിന്റെ ഒരു പ്രായോഗികതയിലാണ് പരിമിതികൾ വന്നിട്ടുള്ളൂ. അതുകൊണ്ട് ഇന്നും ഈ മൂവ്മെന്റ് ആളുകൾ എന്ത് ചെയ്യുന്നു? ആകർഷിക്കുന്നു. അപ്പൊ ഉണർവ് നമ്മൾ എപ്പോഴും പറഞ്ഞു വെക്കുന്ന ഒരു പദമാണ് ഉണർവ്. പെന്തക്കോസ്തുകാരുടെ ഇടയിൽ പ്രത്യേകിച്ച് ആ പദത്തിന് ഒരു വലിയൊരു അർത്ഥം പലരും കാണുന്നുണ്ട്, പല രീതിയിൽ അതിനെ കാണുന്നത്. പാസ്റ്റർ അതിനെ എങ്ങനെയാ കാണുന്നത്? ഉണർവ് എന്ന് പറയുന്നത് പെട്ടെന്ന് ഇന്നത്തെ കാലത്ത് പുതിയ കാലഘട്ടത്തിലെ പെന്തക്കോസ്ത് ഉണർവ് എന്ന് പറയുമ്പോൾ എന്തോ ഒരു വൈകാരികമായ ഇളക്കം, അതിനെ ഞാൻ നിരാകരിക്കുന്നില്ല. നമ്മുടെ വികാരതലങ്ങളെ സ്പർശിക്കാത്തതല്ല ആത്മീയത, തീർച്ചയായും. അപ്പം പക്ഷേ
ഇന്നത്തെ പെന്തക്കോസ്ത് അതെടുത്തു പറയണം. ഈ വൈകാരിക തലങ്ങളിലുള്ള ഒരു ഇളക്കം, അതിനെയാണ് ഉണർവെന്ന് പറയുന്നത്. പക്ഷെ നമ്മൾ ക്രൈസ്തവ സമൂഹത്തിന്റെ ചരിത്രം പഠിക്കുമ്പോൾ, അത് വചനത്തിലേക്ക് നമ്മൾ നോക്കുമ്പോൾ ഉണർവ് അതല്ല, അതും അതിന്റെ ഭാഗമാണ്. അതെ അതെ, മലങ്കരയുടെ ഉണർവും മറ്റ് പാശ്ചാത്യ രാജ്യങ്ങളിലൊക്കെ ഉണ്ടായ ഉണർവിനെ നമ്മൾ പഠിക്കുമ്പോൾ വചനം പഠിപ്പിക്കുകയും പ്രസംഗിക്കുകയും അന്നേരം പാപബോധം ഉണ്ടാകുകയും അതിന്റെ കൂടെയാണ് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നടന്നേക്കുന്നത്. ഇന്നൊരു വൈകാരിക തലത്തിന് മാത്രം ഉണർവെന്ന് കേൾക്കുമ്പോൾ അതിന് മാത്രം പ്രാധാന്യം നൽകുന്ന ഒരു അവസ്ഥയിലേക്ക് കാര്യങ്ങൾ വന്നിട്ടുണ്ട്. കാരണം അത് നമ്മൾ ഉണർവിനെ അടിസ്ഥാനപരമായി മാനസാന്തരം ഉണ്ടാകുന്നതാണ് ഉണർവിന്റെ ഒന്നാം ഘട്ടം എന്നാണ്. പിന്നെ കാരണം അത് അടിസ്ഥാന കാര്യമാണ്. ഇന്ന് മാനസാന്തരം എന്ന് പറയുന്ന കാര്യം നമ്മുടെ ഒരു പരാമർശ വിഷയം പോലും അല്ലാത്ത വേറെ ഏതൊക്കെയോ മേഖലകളെ, ഇപ്പൊ മനുഷ്യനെ ചലിപ്പിക്കുന്നതിന് ഇങ്ങനെ ബൈബിള് വേണമെന്നൊന്നുമില്ല. ഞാൻ പറയാറുണ്ട്, ഈ തുള്ളുന്നത് പെന്തക്കോസ്തുകാർ മാത്രമല്ല, അത് തെറ്റായ ധാരണ. നമ്മളെക്കാൾ ഭയങ്കരമായിട്ട് തുള്ളുന്ന സമൂഹങ്ങൾ വേറെയുണ്ട്. അപ്പൊ ഒരു തുള്ളല് കണ്ടു എന്നുള്ളത് കൊണ്ട് അവിടെ എന്തോ വലിയ സംഭവം ഉണ്ടെന്നൊന്നും ഞാൻ വിശ്വസിക്കുന്നു. എന്ന് പറഞ്ഞാൽ കേവലം വൈകാരിക പ്രകടനമല്ല ഉണർവ്, അല്ല അത് ഉള്ളിലുണ്ടാകുന്ന ഒരു പരിവർത്തനമാണ്, മാനസാന്തരമാണ്. മാനസാന്തരത്തോടു കൂടെ അപ്പൊ മാനസാന്തരം എന്ന് പറയുമ്പോൾ അത് നമ്മള് വിശുദ്ധ ബൈബിളിന്റെ അടിസ്ഥാനത്തിൽ മാനസാന്തരം ഒരു ഘട്ടത്തിൽ സംഭവിക്കുന്നതല്ല, അതൊരു പ്രോസസ്സ് സംഭവിക്കുന്നതാണ്. അപ്പൊ നമ്മുടെ എല്ലാ യോഗങ്ങളിലും അത് മാറ്റിവെച്ചുകൊണ്ടുള്ള ഒരു ഉണർവ് എന്ന് നമ്മൾ പറയുന്നത്, ഉണർവ് എന്നാണ് പറയുന്നതെങ്കിൽ അതൊരിക്കലും നമുക്ക് അംഗീകരിക്കാൻ പറ്റത്തില്ല. പെന്തക്കോസ്ത് വേദികളിൽ ഇപ്പൊ പ്രധാനപ്പെട്ട കൺവെൻഷനുകളിൽ പോലും ഇത്തരം വിഷയങ്ങൾ, മാനസാന്തരം, അതുപോലെ പാപക്ഷമ, യേശു മടങ്ങി വരും, ഇത്തരം ചിന്തകൾ പതിയെ മാറിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ പറയാത്തൊരു കൂട്ടർ പ്രസംഗവേദികളിലേക്ക് പതിയെ കയറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ അതിനെയൊക്കെ പാസ്റ്റർ എങ്ങനെ കാണുന്നത്? ഈ പ്രസംഗകര് ഇത്തരം വിഷയങ്ങളിൽ നിന്ന് മാറിപ്പോകുന്നതിന്റെ ഒരു കാര്യം, ഈ അടിസ്ഥാന തത്വങ്ങൾ എന്ന് പറയുന്നത് ഒരുതരം അരസികമായ ഒരു കാര്യം തന്നെയാണ് എല്ലാത്തിനും. അടിസ്ഥാന തത്വങ്ങൾ, കാരണം അത് സ്ഥിരമായതാണ്, അതിന് പ്രത്യേകിച്ച് ഒരിളക്കമൊന്നും ഉണ്ടാക്കാൻ പറ്റുന്നതല്ല. ഇപ്പൊ നമുക്ക് മാനസാന്തരം, അല്ലെ രക്ഷാ മാനസാന്തരം, സ്നാനം, പരിശുദ്ധാത്മ സ്നാനം, ഇങ്ങനെയുള്ള നമ്മുടെ കാര്യങ്ങൾ ആവർത്തിച്ച് പ്രസംഗിച്ച് കേൾക്കുമ്പോൾ ഇത് ഞങ്ങൾ കേട്ടതല്ലേ എന്നുള്ള, അതുകൊണ്ട് തന്നെ പ്രസംഗകർ കൂടെ പ്രലോഭിപ്പിക്കപ്പെടുകയാണ്. കാരണം വേദികളിൽ അവർക്ക് ഒരു ഉന്മേഷം കിട്ടുന്ന വിഷയമല്ല ഇത്. പക്ഷേ ഒരു പെന്തക്കോസ്ത് പ്രസംഗകൻ നമ്മുടെ അടിസ്ഥാന തത്വങ്ങൾ എല്ലാ പ്രസംഗങ്ങളിലും അത് പറയണമെന്നല്ല, പക്ഷെ അതിൻ്റെ ഏതെങ്കിലുമൊക്കെ ഭാഗങ്ങൾ, കാതലായ വിഷയങ്ങളെല്ലാം ചൂണ്ടിക്കാണിച്ചു കൊണ്ടേ പ്രസംഗിക്കാവൂ. ഇപ്പൊ യേശുക്രിസ്തുവിനെ നമ്മൾ പറയുമ്പോൾ ക്രിസ്തുവിന്റെ ദർശനങ്ങൾ നമുക്ക് പറയാമല്ലോ. ക്രിസ്തുവിനെ പറയുന്നുണ്ടെങ്കിൽ ക്രിസ്തുവിന്റെ ദർശനങ്ങൾ പറയണം. അപ്പൊ അത് ആളുകൾക്ക് അത്ര പ്രിയങ്കരമാണോ, ഇത് വലിയ ആവേശം ഉണ്ടാക്കുന്നതാണോ എന്നത് വിഷയമല്ല. നമ്മൾ ഇത് പറയേണ്ടവരാണ്. ഇതാണ് ആളുകളെ രൂപാന്തരപ്പെടുത്തുന്നത്. ഇപ്പം കമ്മ്യൂണിസം പഠിക്കുന്ന അല്ലെ മാർക്സിസ്റ്റ് ചിന്താഗതികളെ പഠിക്കുന്ന ഒരാൾ, അവരിന്നും അവരുടെ സ്റ്റഡി ക്ലാസ്സുകളിൽ അവർ അടിസ്ഥാനപരമായിട്ട് അവരുടെ വസ്തുതകളാണ് പഠിക്കുന്നത്. അത് പഠിച്ചാണ് ഒരുത്തം ഇതിലേക്ക് വരുന്നത്. ഇപ്പൊ നമ്മൾക്കിപ്പോ അത് പറയാതെ വേറെന്തൊക്കെയോ പറഞ്ഞ് കുറെ ആളുകളെ കൂട്ടിക്കൊണ്ട് വന്നിട്ടുണ്ടെന്ന് എനിക്ക് നല്ല ബോധ്യമുണ്ട്. പ്രസംഗകരിങ്ങനെ ബിബ്ലിക്കലായിട്ടുള്ള ഉപദേശത്തിൽ നിന്ന് മാറിപ്പോകുന്നത് കൊണ്ട് എന്ന് പറഞ്ഞാൽ പെന്തക്കോസ്റ്റൽ ക്രിസ്ത്യൻ ഫെയ്ത്ത് എന്ന് പറഞ്ഞാൽ ആദ്യം എന്താണെന്ന് നമ്മൾ പറഞ്ഞു, അത് ആദിമ സഭയുടെ വിശ്വാസത്തോട് ചേർന്ന് നിൽക്കുന്നതാണ്. അതിന്റെ പ്രായോഗികതയിൽ പരിമിതി ഉണ്ടെങ്കിലും ഇതിൽ നിന്ന് വഴിതെറ്റിപ്പോയി ഇവർ പ്രസംഗിക്കുന്നത് കൊണ്ട്, ഒരു വൈകാരിക തലം മാത്രം പറഞ്ഞു വെക്കുന്നത് കൊണ്ട് അതിൽ ജനങ്ങൾ കുടുങ്ങിപ്പോവുകയല്ലേ. എന്താണ് സത്യവിശ്വാസം, എന്താണ് ശരിയായ വിശ്വാസം എന്ന് തിരിച്ചറിയപ്പെടാതെ അവരൊരു വൈകാരികമായ തലത്തിൽ അങ്ങ് മുങ്ങിത്താഴുകയാണ്.
അതിനെ പാസ്റ്ററെ പോലുള്ള ആളുകൾ ഒരു തിരുത്തൽ ശക്തിയായിട്ട് മാറേണ്ടതല്ലേ സത്യത്തിൽ? അതെ, ഇങ്ങനെ പ്രസംഗിക്കുന്നവർക്ക് എപ്പോഴും എല്ലാ സമൂഹങ്ങളെക്കുറിച്ചും ഒരു ആക്ഷേപമുള്ളത് ഈ നേതാക്കന്മാർക്കാണ് ഗുണം, അണികൾക്ക് വലിയ ഗുണമില്ല. എല്ലാത്തിലും അങ്ങനെ. എനിക്ക് തോന്നുന്നു നമ്മുടെ പെന്തക്കോസ്ത് സമൂഹത്തിൽ നേതാക്കന്മാരെന്ന് ഞാൻ പറയുന്ന മുൻനിര ആളുകളെ നയിക്കുന്ന ആളുകൾ. അപ്പം അവർക്ക് ഇപ്പം ജനങ്ങളിങ്ങനെ അടിസ്ഥാന ഉപദേശങ്ങളിൽ അടിയുറച്ച് വളരണമെന്നോ എന്നൊന്നും ഇല്ല. അവരുടെയൊക്കെ ലക്ഷ്യങ്ങൾ മാറി. അതൊരു പുതിയ കാലഘട്ടത്തിന്റെ പ്രശ്നമാണെന്നുകൂടെ ഞാൻ പറയും. കാരണം ഈ കാലഘട്ടം എല്ലാവരും ഇപ്പൊ ദൈവം അനുഗ്രഹിച്ചു എന്നാളുകൾ പറയുന്ന എല്ലാവർക്കും വലിയ വീട്, കാറ്, വസ്തു, ബാങ്ക് ബാലൻസ് ഇതെല്ലാം കിട്ടുന്നതാണ് അനുഗ്രഹം എന്നുകൂടെ വ്യാഖ്യാനിച്ചു വെക്കുമ്പോൾ നമ്മുടെ ചർച്ചകളിലെ ലോക്കൽ ചർച്ചകളിലെ പ്രസംഗങ്ങളിൽ ഭൂരിഭാഗം പ്രസംഗ വിഷയങ്ങൾ ഇത് തന്നെയായിട്ട് മാറുന്നില്ല. അതെ, അത് ഞാൻ പറഞ്ഞിട്ടുണ്ട്. നമ്മൾ ഒരാഴ്ചത്തെ പ്രസംഗം അല്ലെ ഒരു മാസത്തെ പ്രസംഗം വിശ്വാസികളെ ഒന്ന് പരിശോധിക്കുമ്പോൾ, അത് ഞാൻ മുൻപും പല അഭിമുഖങ്ങളിലും പറഞ്ഞിട്ടുണ്ട്. നമുക്ക് ഈ സാത്താനെ പ്രതിസ്ഥാനത്ത് നിർത്തിക്കൊണ്ട് ഒരു യുദ്ധസമാനമായ അന്തരീക്ഷം നമ്മുടെ എല്ലാ യോഗങ്ങളിലും സൃഷ്ടിച്ചെടുക്കാൻ വേണ്ടി അതിനുതകുന്ന വാക്യങ്ങൾ കണ്ടെത്തിയുള്ള പ്രയോഗമാണ്. അതേസമയം നമ്മൾ ക്രിസ്തുവിലൂടെ ഒരു രക്ഷ പറയുന്നില്ല, കുടുംബ ജീവിതത്തെക്കുറിച്ച് പറയുന്നില്ല, സാമൂഹിക ജീവിതത്തെക്കുറിച്ച് പറയുന്നില്ല. സാത്താൻ പ്രധാന പ്രസംഗ വിഷയമായിട്ട് മാറുന്നു. സാത്താൻ പ്രധാന വിഷയവും അപ്പൊ ഒരു എന്താണ് ഒരു ആവേശം കൊള്ളിക്കുന്ന ഒരു പ്രസംഗം, അത് ആസൂത്രിതമായിട്ട് അതിനുവേണ്ടിയുള്ള വാക്യങ്ങൾ മാത്രമേ കാണുന്നു. അപ്പം വേദപുസ്തകത്തിലെ വാക്യങ്ങളിൽ ഒരു മനുഷ്യ സമൂഹത്തിന്റെ സമസ്ത മേഖലകളെയും സംബന്ധിച്ചുള്ള വിഷയങ്ങൾ. അപ്പൊ ഇതെപ്പോ പറയും? നമ്മൾ സഭായോഗത്തിന് വരുമ്പോഴും ആളുകളെ തുള്ളിക്കുകയാണ്, നമുക്കും തൃപ്തി, എല്ലാ സഭായോഗത്തിനും ഇത്. പിന്നെ ഇവന്റെ കുടുംബജീവിതത്തെ കുറിച്ച് എപ്പോൾ പറയും? പരിശുദ്ധാത്മാവിനെ കുറിച്ച് എപ്പോൾ പറയും? രക്ഷയെ കുറിച്ച് എപ്പോൾ പറയും? യേശുക്രിസ്തുവിന്റെ ദർശനങ്ങളെ കുറിച്ച് എപ്പോൾ പറയും? ഒന്നും പറയാൻ നമുക്ക് നേരെയില്ല. കാരണം 75% അതിൽ മേളിലേ ഉള്ളൂ. ഞാൻ മനസ്സിലാക്കിയ പാസ്റ്റേഴ്സ് അവരുടെയും കുഴപ്പമാണെന്ന് ഞാൻ പറയുന്നില്ല, സമൂഹം അങ്ങനെയാണ്, അപ്പോൾ അവരും അങ്ങനെ ഒഴുകുകയാണ്. പക്ഷെ അതിന് തിരുത്തൽ ശക്തിയായിട്ട് നിന്നുകൊണ്ട് ഇത് പറയാനായിട്ട് നമ്മൾ മനഃപൂർവ്വമായിട്ട് ശ്രമിച്ചെങ്കിൽ മാത്രമേ നടക്കുകയുള്ളൂ. അപ്പൊ പറ്റിയ ഒരു കുഴപ്പം നമുക്കിപ്പം വേദപുസ്തകത്തിലെ ഈ കടൽ സമാനം കിടക്കുന്ന വിഷയങ്ങളെ സംബന്ധിച്ചൊന്നും അറിയില്ല. നമുക്കറിയാവുന്ന ഈ തുള്ളലും ചാട്ടവും ബഹളവും മാത്രമായി. അതിന് ജനങ്ങളെ കുറ്റപ്പെടുത്തുന്നില്ല. അതിന്റെ മുഴുവൻ ഉത്തരവാദിത്വം ഈ നായകന്മാരാണ്. ഇങ്ങനെ പറഞ്ഞു വരുമ്പോൾ പെന്തക്കോസ്തിന് നേരെയുള്ള കാലങ്ങളായിട്ടുള്ള ഒരു ആക്ഷേപം എന്ന് മാത്രമല്ല, ഒരു പ്രധാനപ്പെട്ട ചോദ്യം കൂടിയാണ്. പെന്തക്കോസ്തിന് ഒരു ദൈവശാസ്ത്രം ഉണ്ടോ? പെന്തക്കോസ്തിന് ദൈവശാസ്ത്രമുണ്ട്. എന്താണ് ദൈവശാസ്ത്രം? ആ ദൈവശാസ്ത്രം ഇപ്പൊ ഞാനത് എന്നോട് പലരും ചോദിച്ചപ്പോൾ പറഞ്ഞു, ഏതിനെ കുറിച്ചാണ് പെന്തക്കോസ്ത് വീക്ഷണം നിങ്ങൾക്ക് അറിയേണ്ടത്? അവിടെയാണ് പ്രശ്നം. അപ്പൊ നമ്മള് ഏതെങ്കിലും ഒരു സംഭവം വരുമ്പോൾ ഇങ്ങനെ കാടടച്ച് ആളുകൾ പറയുകയാണ് പെന്തക്കോസ്തിന് എന്തുണ്ട് എന്ന് ചോദിച്ചാൽ, പെന്തക്കോസ്തിന് കാതലായ ഒരു ഉപദേശമുണ്ട്, ഒരു ദൈവശാസ്ത്രമുണ്ട്. അതിൽ ചിലപ്പോൾ അങ്ങോട്ടോ ഇങ്ങോട്ടോ ഒക്കെ ഇപ്പൊ നമുക്ക് എൻ്റെ ഒരു വാദം പറയുകയാണ്, യേശുക്രിസ്തുവിന്റെ ദൈവത്വത്തെയോ നിത്യതയോ ഒക്കെ ബാധിക്കാത്ത, നമ്മുടെ സ്വർഗത്തിൽ പോക്കിനെ തടയാത്ത, നമ്മുടെ ധാർമ്മിക ജീവിതത്തെ തടയാത്ത വേദപുസ്തക വിഷയങ്ങളിലൊക്കെ അങ്ങോട്ടോ ഇങ്ങോട്ടോ ഒക്കെ വ്യത്യസ്ത അഭിപ്രായങ്ങൾ ഒക്കെ ഉള്ളത് സ്വാഭാവികമാണ്. പക്ഷെ അടിസ്ഥാനപരമായിട്ടുള്ള വളരെ വ്യക്തമായി കിടക്കുന്ന ഉപദേശങ്ങളെ സംബന്ധിച്ച് മാത്രം അത്തരം തർക്കങ്ങൾ വേണ്ട, അത് പാടില്ല. കാരണം അതിന് നമുക്ക് ഇരുട്ടിൽ തപ്പേണ്ട കാര്യമില്ല, അതിവിടുണ്ട്. പിന്നെ സഭാ സമൂഹങ്ങൾ അവരുടെ നിലനിൽപ്പിന് വേണ്ടി ബൈബിളിനെ വളച്ചൊടിച്ചിട്ട് ഉപദേശം സ്ഥാപിച്ചു വെച്ചിട്ടുണ്ട്. അവരത് സ്ഥാപിക്കാൻ ഇപ്പം ഈ വിശുദ്ധ ബൈബിളിന്റെ പ്രത്യേകത, ഇങ്ങനെ സാഗര സമാനം കിടക്കുന്ന വിശുദ്ധ വചനത്തില്
ഒരാൾ ലക്ഷ്യം വെക്കുന്ന രീതിയിൽ ഇപ്പൊ ദുരുപദേശം ഉണ്ടാക്കുന്നവനും ഈ ബൈബിളിൽ നിന്ന് തന്നെയാണ്. അതെ അതെ, വാക്യങ്ങൾ മനസ്സിലായി. തീർച്ചയായും. പക്ഷെ അതൊക്കെ നമുക്ക് മനസ്സിലാകും. അപ്പോൾ വ്യക്തമായ ഒരു പെന്തക്കോസ്ത് ദൈവശാസ്ത്രം നമുക്കുണ്ട്. അതിൽ ഏതൊക്കെ കാര്യത്തിലാണ്, ഏതിലാണ് നമ്മുടെ ഉപദേശം എന്താണ് എന്ന് ചോദിക്കുന്നിടത്താണ്. അപ്പൊ തന്നെ അവിടെ ഒരു പ്രശ്നമുണ്ട്. നമുക്ക് തർക്കമുള്ള ചില വിഷയങ്ങളുണ്ട്. അതൊന്നും വലിയ ഈ നമുക്ക് കാര്യമായ പ്രശ്നങ്ങളുള്ള, ഇപ്പൊ എൻ്റെ ഒരു ചിന്ത പറയുകയാണ്, അതിൽ തെറ്റുണ്ടെങ്കിൽ തിരുത്താം. ഇപ്പം നമ്മൾ പറയുകയാണ് സ്വർഗത്തിൽ ചെല്ലുമ്പോൾ ഒരാൾക്ക് എത്ര ഇത് കിട്ടും, രണ്ട് പാസ്റ്റർമാർ തമ്മിൽ തർക്കമാണ്. തർക്കിച്ച് വർത്തമാനം പറഞ്ഞു ഒരാൾ ഒരുത്തൻ്റെ കഴുത്തിന് കയറിയിരിക്കാം. അപ്പം മറ്റൊരു അവിശ്വാസി വന്നു, എന്ത് ഇങ്ങനെ നിങ്ങൾ, അപ്പം അദ്ദേഹം പറഞ്ഞു എനിക്ക് സ്വർഗത്തിൽ 75 സെന്റ് കിട്ടുമെന്നാണ് എൻ്റെ വാദം. ഇയാൾ പറയുന്നു 50 സെന്റേ ഉള്ളത്. ഞാനൊരു ഉദാഹരണമാവില്ലേ, ഇത് നമുക്ക് അവിടെ ചെല്ലുമ്പോൾ കിട്ടുക. ഇത്തരം തർക്കങ്ങളൊന്നും ഒരു പ്രശ്നമല്ല. അല്ലല്ല, തീർച്ചയായിട്ടും. പക്ഷേ നമുക്ക് ഉപദേശമുണ്ട്. അങ്ങനെ പറഞ്ഞു വരുമ്പോ പെന്തക്കോസ്തിന് ഒരു ദൈവശാസ്ത്രം ഉണ്ടെന്ന് പറയുമ്പോൾ പെന്തക്കോസ്ത് പ്രസംഗകർക്ക് അതറിയാമോ? പെന്തക്കോസ്ത് പാസ്റ്റർമാർക്ക് അതറിയാമോ? വിശ്വാസികളോടെ നിൽക്കട്ടെ, ഉത്തരവാദിത്തപ്പെട്ട ആളുകൾക്ക് ഈ ദൈവശാസ്ത്രം എന്താണെന്ന് അറിയാമോ? അതെ, എനിക്ക് എൻ്റെ പെന്തക്കോസ്തിലുള്ള ഒരു അനുഭവം, വലിയ പഴക്കം പാരമ്പര്യം പറയാൻ അങ്ങനെയുള്ള വലിയ പെന്തക്കോസ്തിലെ വലിയ ലീഡേഴ്സിൻ്റെ ഒന്നും കാലഘട്ടത്തുള്ള ആളല്ല നമ്മൾ. അവരെക്കുറിച്ച് നമ്മൾ കേട്ട് മനസ്സിലാക്കിയതേ ഉള്ളൂ. പക്ഷെ ആരംഭകാല നമ്മുടെ പെന്തക്കോസ്ത് നേതാക്കന്മാരെ നമ്മൾ ഇന്നൊന്ന് കണ്ടിരുന്നെങ്കിൽ അവരെ കൂപ്പുകൈയോടെ എഴുന്നേറ്റ് നിന്ന് നിൽക്കണം എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. കാരണം ഇന്നത്തെ യാതൊരു സാധ്യതയും ഇല്ലാത്ത കാലത്ത് അവരുണ്ടാക്കി വെച്ചത് നമ്മൾ 100 വർഷമായിട്ട് കൊണ്ടു നടക്കുകയാണ്. അതിൽ കാര്യമായ മാറ്റമൊന്നും ഒരുത്തർക്കും വരുത്താൻ പറ്റിയിട്ടില്ല. അപ്പോൾ അന്നത്തെ അങ്ങനെ ഒരു നേതൃത്വ നിരയുണ്ടായിരുന്ന ഒരു സമൂഹമാണ് നമ്മൾ. അല്ലെങ്കിൽ ഇന്നിവിടെ നമ്മളെ പേര് പിടിക്കുകയില്ല. പക്ഷേ പുതിയ കാലത്ത് എത്ര പേരുണ്ട് എന്ന് ചോദിച്ചാൽ ഞാനും ആ കൂട്ടത്തിലുള്ളതാണ്. അതുകൊണ്ട് ഞാൻ വ്യക്തിപരമായ പരാമർശം നടത്തുന്നില്ല. അത് പൊതുജനം അന്വേഷിക്കുക. സത്യത്തിൽ പാസ്റ്റർ, ഈ പ്രസംഗത്തിനൊക്കെ വിളിക്കുമ്പോൾ അറ്റ്ലീസ്റ്റ് പ്രധാന കൺവെൻഷനുകളിലെങ്കിലും വിളിക്കുമ്പോൾ ഈ ദൈവശാസ്ത്രം അറിയാമോ, പ്രധാനപ്പെട്ട കാര്യങ്ങളിൽ നിൽക്കുന്നുണ്ടോ? ഇപ്പം നമ്മൾ നേരത്തെയൊക്കെ ചർച്ച ചെയ്തിട്ടുള്ളതുപോലെ പലരും പറയുന്ന ബ്ലണ്ടേഴ്സ് നമ്മൾ കേൾക്കുമ്പോൾ ഇങ്ങനെയുള്ള ആളുകളെയാണോ പ്രധാനപ്പെട്ട കൺവെൻഷനുകളിൽ പ്രസംഗിപ്പിക്കേണ്ടത്? അറ്റ്ലീസ്റ്റ് അവർക്കറിയാവുന്ന കാര്യമെങ്കിലും ചോദിച്ച് മനസ്സിലാക്കണ്ടേ? അല്ല, ഇപ്പം പ്രസംഗത്തിന് വിളിക്കുന്നത് അത്തരം മാനദണ്ഡങ്ങളൊന്നും അല്ല എന്ന് ഞാനും പ്രസംഗകനാണ് എന്നെനിക്ക് തോന്നുന്നു. അങ്ങനെ ഒരു ചെറിയ അംഗീകാരം എനിക്കുമുണ്ട്. പക്ഷെ എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്, എന്താണ് പ്രസംഗകരെ വിളിക്കുന്ന മാനദണ്ഡം? അതിന് ഒരു മാനദണ്ഡവും ഇല്ല. അതിന് മാനദണ്ഡം നമ്മുടെ അമ്മാച്ചൻ്റെ മോനാണോ, ഞാൻ പറഞ്ഞ അത്രയും മനസ്സിലാക്കിയാൽ മതി. പിന്നെ അവർക്ക് അവരുടെ സമൂഹത്തിലെ കുറെ സ്വാധീനങ്ങൾ, ഇപ്പം ചില ആളുകളെ വിളിച്ചിട്ട് അവർ വലിയ ബ്ലണ്ടർ പറഞ്ഞതാണ് അവരുടെ യോഗ്യത എന്ന് എനിക്ക് തോന്നിപ്പോയിട്ടുണ്ട്. ഇന്ന് ആളുകളെ വലിയ ആഗോളതലത്തിലൊക്കെ നടക്കുന്ന മീറ്റിങ്ങുകൾക്ക് ആളുകളെ വിളിക്കുന്നുണ്ട്. അവരുടെ യോഗ്യത എന്നാന്ന് ചോദിച്ചാൽ അവർ വിവരക്കേട് നന്നായിട്ട് പറയുന്നുണ്ട്. അതാണ് അവരുടെ യോഗ്യത എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. അല്ലെങ്കിൽ വേദപുസ്തകത്തിലെ ഏറ്റവും ജനകീയമായ വിഷയങ്ങളിൽ പോലും ഇത്രയും വലിയ ബ്ലണ്ടർ പറയുന്ന ആളുകളെ അവര് ലോകം മുഴുവൻ നടക്കുക, അവര് നടക്കുന്ന അവരെ ദൈവം അങ്ങനെ കൊണ്ടുവന്നതായിരിക്കാം. ഞാൻ അതിനൊന്നും എതിരല്ല. പക്ഷേ തിരുത്താൻ അവർക്കൊരവസരം കൊടുക്കണം. പക്ഷെ ഇത് പെന്തക്കോസ്ത് നടക്കുമെന്ന് മനസ്സിലായത് കൊണ്ടാണ് ആവർത്തിച്ച് ഇപ്പം അങ്ങനെ പറഞ്ഞ പല ആളുകൾ ഇപ്പം നമ്മൾ ഈ പറയുന്ന വേദിയിൽ ഇപ്പം എൻ്റെ വായിൽ നിന്ന് ദൈവശാസ്ത്ര വിരുദ്ധമായ കാര്യം വരാം, പെന്തക്കോസ്തിന് വിരുദ്ധമായ കാര്യവും ബൈബിളിലെ പച്ചയായ യാഥാർത്ഥ്യങ്ങൾക്ക് വിരുദ്ധമായി വരാം. അതെൻ്റെ അറിവുകേടോ അജ്ഞതയോ അശ്രദ്ധയോ മൂലമല്ല. അത് നിങ്ങൾ പറഞ്ഞാൽ ഞാൻ തിരുത്തും. ഇപ്പൊ തിരുത്തുന്ന അങ്ങനല്ല. ഇപ്പൊ തിരുത്തുന്ന ഇവൻ രക്ഷപ്പെടാൻ വേണ്ടിയാണ്.
ഇവന്റെ എല്ലാ സംഭവവും ഈ ഇത്തരം ബ്ലണ്ടറുകളാണ്. അതിനകത്തൊന്നും കഥയുള്ളതായിട്ട് എനിക്ക് തോന്നുന്നില്ല. അപ്പം പ്രസംഗകരെ വിളിക്കുമ്പോൾ ഏറ്റവും കുറഞ്ഞത് അവിടെ മറ്റ് യാതൊരു പരിഗണനയും പാടില്ല. അവിടെ വേണ്ടത് അടിസ്ഥാനപരമായി, അതിന് നമ്മൾ വലിയ അക്കാദമിക നിലവാരം പുലർത്തുന്ന ആളുകളാണോ എന്നുള്ളതല്ല, സാമാന്യ ബോധം. തീർച്ചയായും നമ്മുടെ പെന്തക്കോസ്ത് ഉപദേശ സത്യങ്ങളിൽ ഉള്ള ആളുകളെ വിളിക്കണം. അപ്പൊ അങ്ങനെയുള്ള പല ആളുകളും അവഗണിക്കപ്പെടുന്നു എന്ന് ഞാൻ വളരെ ഉത്തരവാദിത്വത്തോടെ പറയുകയാണ്. അങ്ങനെയുള്ള ആളുകൾ അവഗണിക്കപ്പെടുന്നു. അപ്പൊ നമ്മുടെ പരിഗണന വേറെയാണ്. അതെന്താണെന്നൊക്കെ ജനങ്ങൾക്കറിയാം, ജനങ്ങൾ വിധി. അത് വലിയൊരു അപജയമായിട്ട് കൂടി നമുക്ക് മനസ്സിലാക്കാം. അതെ. മറ്റൊരു വശത്തേക്ക് നമ്മൾ ഇവിടെ പറയുമ്പോൾ ഒരു കാര്യം കൂടെ, ഇപ്പൊ നമ്മുടെ ഈ കൺവെൻഷൻ സമയങ്ങളാകുമ്പോൾ നമ്മുടെ പെന്തക്കോസ്തിന്റെ എല്ലാ രാജ്യങ്ങളിൽ നടക്കുന്ന ഒരു നമ്മുടെ വിരലിൽ എണ്ണാൻ കഴിയുന്ന ആളുകൾ മാത്രമാണ് നമുക്കുള്ളത്. വിരലിൽ എണ്ണാവുന്ന ആളുകൾ മാത്രമാണ് ഇങ്ങനെ വിളിക്കപ്പെടുന്നത്. അത് പോരാ. അതെന്താണെന്ന് ചോദിച്ചാൽ, നമുക്ക് നമ്മുടെ ഇടയിൽ ഒരുപാട് ആളുകൾ, അവർ ഓരോരുത്തരും ഗവേഷണം നടത്തിയിരിക്കുന്നത് ഓരോ മേഖലയിലായിരിക്കും. അങ്ങനെയുള്ള ആളുകളെ തേടിപ്പിടിച്ച് നമ്മുടെ വേദികളിൽ കൊണ്ടുവരണം. അപ്പൊ കൺവെൻഷനിൽ പൊതുസമൂഹത്തോട് സംസാരിക്കാൻ ശേഷിയുള്ള അങ്ങനെയുള്ളവരെ വിളിക്കണം. പക്ഷെ നമ്മുടെ ക്ലാസ്സുകൾ എടുക്കാൻ പറ്റിയ വേദാധ്യാപകർ നമുക്ക് നിരവധിയുണ്ട്. അവരെല്ലാം ഏതെങ്കിലും ബൈബിൾ കോളേജുകൾ കൊണ്ട് മാത്രം ഒതുങ്ങുകയാണ്. അവര് ബൈബിൾ ക്ലാസ്സിന് വേണ്ടി, ഞാൻ പറയുന്നത് നമ്മുടെ സെൻട്രൽ കൺവെൻഷനുകളിൽ ഒക്കെ ഒരു കോണിലെ പരിപാടി അല്ലത്, ഒരു പ്രസംഗം പോലെ തന്നെ മുഖ്യമായ ഒരു അവസരം കൊടുത്തുകൊണ്ട് ബൈബിൾ ക്ലാസ്സിന് ഒരു അവസരം. അപ്പം നൂറുകണക്കിന് ടീച്ചേഴ്സ് നമുക്ക് തീർച്ചയായും അവരെ ഉപയോഗിക്കാൻ പറ്റും. ഇനി ഈ ഉപവാസ പ്രാർത്ഥന ഉണർവ് യോഗം എന്ന് പറയുന്ന സാധാരണക്കാരിലേക്ക് ഇണങ്ങി നമ്മുടെ കൃപാവരങ്ങൾക്കൊക്കെ പ്രാധാന്യം കൊടുക്കുന്ന ശുശ്രൂഷകൾ, അങ്ങനെ ചെയ്യുന്നവരെയും നമുക്ക് ആ നിലയിൽ ഉപയോഗിക്കാൻ പറ്റും. അപ്പം ഞാൻ പറഞ്ഞു, ഇത് ചില ആളുകളുടെ കുത്തക. അവർക്ക് വല്ലതും അറിയാമോ? അവർക്കൊന്നും അറിയത്തില്ല. ഈ ഉപവാസ പ്രാർത്ഥനകൾ എന്ന് നമ്മൾ പറയുമ്പോൾ ഈ ഉപവാസ പ്രാർത്ഥനകളിലും വചനം പ്രസംഗിക്കപ്പെടേണ്ടതല്ലേ? നിശ്ചയമായിട്ടും. അങ്ങനെ പ്രസംഗിക്കാത്ത, നമ്മൾ ആദ്യം പറഞ്ഞ പോലെ ഉപരിവിപ്ലവപരമായിട്ടൊരു വൈകാരിക ഉണർവെന്ന നിലയിൽ ആളുകളെ അടിച്ചേൽപ്പിക്കുന്ന ആളുകളാണ് കൺവെൻഷൻ വേദികളിലേക്ക് നുഴഞ്ഞേറിയിരിക്കുന്നത്. അതിന്റെ ഒരു അപജയം ഉണ്ടായിട്ടില്ലേ? അല്ല, അത് ഈ ഉപവാസ പ്രാർത്ഥന പോലും ശരിക്കും ദൈവവചന ശുശ്രൂഷയുടെ അനന്തരമാണ് വാസ്തവത്തിൽ ഈ കൃപാവര ശുശ്രൂഷകളിലേക്ക് ഞാൻ കണ്ടിട്ടുള്ളത്. പെന്തക്കോസ്തിന്റെ ഞാനൊക്കെ വന്ന കാലഘട്ടങ്ങളിൽ കണ്ട ആ പിതാക്കന്മാരുടെയൊക്കെ ശുശ്രൂഷ, കൃത്യമായ വചന ശുശ്രൂഷ. ഉപവാസം എന്ന് പറയുമ്പോൾ നമ്മുടെ ഉപവാസങ്ങൾ മാനസാന്തരത്തിന് വേണ്ടിയും കരച്ചിലിന് വേണ്ടിയുമുള്ള കൃത്യമായ നല്ല തീ പാറുന്ന വചനങ്ങൾ പറഞ്ഞിട്ട് തുടർന്നാണ് അവർ പ്രവചനം പറയുകയോ രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയോ ഒക്കെ ചെയ്യുന്നത്. ഇപ്പം ഈ ആദ്യം പറഞ്ഞതില്ല, തുടങ്ങുമ്പോഴേ ഈ പണിയങ്ങ് തുടങ്ങാം. അപ്പൊ ഈ ജനങ്ങൾ വിചാരിച്ചിരിക്കുന്നത് എന്താണ്? പുതിയതായിട്ട് പെന്തക്കോസ്തിലേക്ക് വന്ന ആളുകളൊക്കെ ഇപ്പോൾ അവർ കാണുന്ന പുതിയ തലമുറയിലെ ഈ സംഭവമാണ്. ഇതാണ് നമുക്ക് വചനത്തിലും വചനത്തെക്കുറിച്ചും യേശുക്രിസ്തുവിനെ കുറിച്ചും പരിശുദ്ധാത്മാവിനെ കുറിച്ചും ഒക്കെയുള്ള ഒരു അപകടകരമായ സ്ഥിതിയിലേക്ക് നമ്മുടെ സമൂഹം പോകാൻ ഇടവരും. ചില ആളുകൾ പെന്തക്കോസ്ത് എന്നാൽ അത് അന്യഭാഷയും പ്രവചനവും മാത്രമാണെന്നൊരു ചിന്തയിലേക്ക് കൊണ്ടുവന്നിരിക്കുന്നു. കൃപാവരങ്ങൾ ഉണ്ട്, അതിനെ നമ്മൾ പരിപോഷിപ്പിക്കണം എന്നുള്ളപ്പോൾ തന്നെ അതുമാത്രമാണ് പെന്തക്കോസ്ത് എന്ന് പറഞ്ഞു വെക്കുന്നത് അപകടകരമല്ലേ? നമ്മുടെ സുവിശേഷ യോഗങ്ങളിലൊക്കെ ആ നിലയിലാണ് കാര്യങ്ങൾ നടത്തിപ്പോകുന്നത്. ഇത് കുറച്ചുകൂടി എളുപ്പമുള്ള പരിപാടിയാണ്. എന്ന് പറഞ്ഞാൽ ഈ കൃപാവരം ആണ് എന്ന് പറയുമ്പോൾ കൃപാവരം പോലും വേണ്ട രീതിയിലല്ല ഉപയോഗിക്കപ്പെടുന്നതെന്നാണ് ഞാൻ പറയുന്നത്. ഇപ്പം നമുക്ക് അന്യഭാഷ പറയുന്നതിനുള്ള ക്രമങ്ങൾ സുവ്യക്തമായിട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ട്. സുവിശേഷ യോഗങ്ങളിലാണോ അത് പറയണ്ടേ? പറഞ്ഞോട്ടെ. അല്ല, ഞാൻ എൻ്റെ വചന പഠനത്തിൽ മനസ്സിലാക്കിയത് സുവിശേഷ യോഗങ്ങൾ നാട്ടുകാരെ അന്യഭാഷ പറഞ്ഞ് കേൾപ്പിക്കാനുള്ള വേദിയല്ല. അന്യഭാഷയുടെ ഉദ്ദേശമേ അതല്ല. അല്ല. പിന്നെ അപ്പം അന്യഭാഷയെ നമ്മൾ നിരാകരിക്കുകയാണോ? ഒരിക്കലുമല്ല.
പെന്തക്കോസ്തുകാർ ഒന്നിച്ചു കൂടുമ്പോൾ കുറച്ച് പറഞ്ഞോട്ടെ, കാരണം തനിക്ക് താൻ ആത്മീയ വർധന വരുത്തുകയാണല്ലോ. നമ്മൾ ഭൂരിപക്ഷം ആളുകളും അങ്ങനെ അന്യഭാഷയിൽ പറയുന്നവരായതുകൊണ്ട്, അല്ലെങ്കിൽ സഭയിൽ ഇത് പറയേണ്ട കാര്യമേ ഇല്ല. അതെ, അത് സ്വകാര്യമായ ഇടത്താണ്. അതെ, തീർച്ചയായിട്ടും നമ്മുടെ സഭാ മീറ്റിങ്ങുകളിൽ പറഞ്ഞോട്ടെ. എന്നാൽ സുവിശേഷ യോഗങ്ങളിലേക്ക് വരുമ്പോൾ ഇത് മൈക്കിലൂടെ പറഞ്ഞ ആളുകളെ അപഹാസ്യമാക്കുന്ന ഒരവസ്ഥയിലേക്ക് നമ്മുടെ സുവിശേഷ യോഗങ്ങൾ എത്തിപ്പെടുക അത് പാടില്ല. പിന്നെ നമ്മൾ സുവിശേഷ യോഗത്തിൽ ഞാൻ പറയുന്നു, ലളിതമായി ക്രിസ്തു മുന്നോട്ട് വെച്ച രക്ഷാസിദ്ധാന്തം അത് അവതരിപ്പിക്കാം. അപ്പോൾ തന്നെ വേറൊരു പ്രശ്നം കൂടുന്നുണ്ട്. ഇപ്പം നമ്മൾ പൂർണ്ണമായിട്ട് ഞാനും പ്രസംഗിക്കാൻ പോകുന്നതാണ്. തീർച്ചയായിട്ടും ഇന്നത്തെ ഒരു അപജയം എന്ന് പറയുന്നത്, നമ്മുടെ സുവിശേഷ യോഗങ്ങൾ എന്ന് പറഞ്ഞ് നമ്മൾ നടത്തുന്ന യോഗങ്ങളിൽ ഭൂരിപക്ഷവും ഈ വിശ്വാസ സമൂഹമാണ്. ഓഡിറ്റോറിയങ്ങൾ നടത്തുന്ന യോഗം. അപ്പം നമ്മുടെ ഈ സന്ദേശം അപ്രസക്തമാവുകയാണ്. ഈ ഓഡിയൻസുമായിട്ട് യാതൊരു ബന്ധവും ഇല്ലാത്ത കാര്യം പറയേണ്ടി വരും. അപ്പം സുവിശേഷ യോഗം എന്ന് പറഞ്ഞ് നടത്തുന്ന യോഗങ്ങൾ ഞാൻ പലരോടും പറഞ്ഞിട്ടുണ്ട്. അത് ഒരു പബ്ലിക് ഇടത്ത്, അല്ലെങ്കിൽ നമുക്ക് ഒരു മൈതാനത്ത് പൊതുജനം കേൾക്കുന്ന, അതിനു വേണ്ട ശബ്ദ സംവിധാനങ്ങൾ ചെയ്ത് വെച്ചെങ്കിലേ നമുക്ക് അങ്ങനെ സുവിശേഷം പറയാൻ പറ്റുള്ളൂ. ഇപ്പം വേറൊരു പ്രശ്നം, ഇങ്ങനെ യോഗങ്ങൾ നടത്തുന്നവർക്കൊന്നും സുവിശേഷം പറയണമെന്നില്ല. അതെ, അവരുടെ അണികളെ ആവേശം കൊള്ളിച്ച് നടത്തുക എന്നുള്ളതിനപ്പുറത്ത് ഞാനും ഇതൊക്കെ നടത്തുന്ന ആളാണ്. സ്വയവിമർശനം ഉണ്ട്, അതോടുകൂടി തന്നെയാണ് പറയുന്നത്. അപ്പം ഇത് രണ്ടും വേണമെന്നാണ് ഞാൻ പറയുന്നത്. ബാലൻസ് ചെയ്യണം. നമ്മുടെ വിശ്വാസ സമൂഹത്തെ അവരെ വചനത്തിൽ ഉത്സാഹഭരിതരാക്കുന്നതോടൊപ്പം പ്രഥമ പരിഗണന ഒരാളെ ഉള്ളെങ്കിൽ സുവിശേഷം, രക്ഷയുടെ സന്ദേശം പറയാൻ വേണ്ടി കൊടുക്കണം. ഈ ബാംഗ്ലൂരിൽ നടക്കുന്ന, അല്ലെങ്കിൽ നടന്നു എന്ന് പറയുന്ന, ഇപ്പോഴും തുടരുന്നു എന്നൊക്കെ അവർ പറയുന്ന, അത് പല രാജ്യങ്ങളിലേക്കും വ്യാപിക്കാൻ പോകുന്നു എന്നൊക്കെ പറയുന്ന ഒരു ഉണർവ് എന്ന് പറയുന്ന സംവിധാനത്തെ കുറിച്ച് ഫാസ്റ്റ് കേട്ടിട്ടുണ്ടാവുമല്ലോ? കേട്ടു. അതിനെക്കുറിച്ചൊരു വിലയിരുത്തൽ നടത്തിയിട്ടുണ്ടോ? ഞാൻ ഇത്തരം കാര്യങ്ങളെ ഒരു ഭ്രാന്തൻ ആശയമായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അതങ്ങനെ പറയാൻ കാരണം, നമ്മൾക്കിപ്പം ഏറ്റവും സജീവമായിട്ട് നമ്മുടെ ഇടയിലുള്ള ഒരു വാക്കാണ് നവപ്രവണതകൾ. അതിൽ തന്നെ നമുക്ക് മനസ്സിലാക്കി ഇത് ബൈബിളുമായിട്ട് യാതൊരു ബന്ധമുള്ള കാര്യമല്ല. നവപ്രവണതകളാണ്. ഇനി 1-ാം നൂറ്റാണ്ട് മുതൽ, സഭ ആരംഭിക്കുമ്പോൾ മുതൽ സഭയ്ക്കെതിരെ ദുരുപദേശങ്ങളുണ്ട്. അതൊക്കെ വളരെ കഴമ്പുള്ള ദുരുപദേശങ്ങൾ. ഞാനിതിനെ വലിയ കഴമ്പുള്ള ദുരുപദേശം എന്ന് പറയുന്ന, നമ്മൾ 1-ാം നൂറ്റാണ്ടിൽ സഭ നേരിട്ട അത്രയും വലിയ പ്രശ്നങ്ങളല്ല ഇത്. പക്ഷെ ഇതിലേക്ക് ആളുകൾ ആകർഷിക്കപ്പെടുന്നുണ്ട്. അതാ ഞാൻ പറയാൻ വരുന്നത്. 1-ാം നൂറ്റാണ്ടിൽ അവതരിപ്പിക്കപ്പെട്ട പല ഉപദേശങ്ങളും വളരെ ഗൗരവമായി നമ്മളതിനെ ഖണ്ഡിക്കേണ്ട കാര്യമാണ്. ഇപ്പൊ എന്തുകൊണ്ടാണ് ഇത്തരം ഇതിലേക്ക് ആളുകൾ പെട്ടെന്ന് പോകുന്നത് എന്ന് ചോദിച്ചാൽ, യാതൊരു കഥയും കഴമ്പും ഇല്ലാത്തതിന്റെ പിന്നാലെ ആളുകൾ കൂടാൻ ഇപ്പൊ തയ്യാറാണ്. അതില് കേരളത്തിലെ മുഖ്യധാര പെന്തക്കോസ്ത് സഭകളുടെ ഒരു അപജയം കൂടിയില്ലേ 1-ാം നൂറ്റാണ്ടിലേക്ക്? പാസ്റ്റ് ഇത് പറഞ്ഞു വരുമ്പോൾ എൻ്റെ ചിന്ത പോയത്, 1-ാം നൂറ്റാണ്ട് മുതൽ അങ്ങ് 2-3 നൂറ്റാണ്ടുകളിലേക്കൊക്കെ വരുമ്പോൾ ദുരുപദേശങ്ങൾ രംഗപ്രവേശം ചെയ്യുമ്പോൾ അവർ കൗൺസിൽ കൂടുകയും അതിന് വിഷയങ്ങൾ അവതരിപ്പിക്കുകയും, അതിന് നമ്മൾ യെരുശലേം കൗൺസിൽ കാണുന്നുണ്ട്. അതിനുശേഷം അപ്പോസ്തലന്മാരുടെ ശിഷ്യന്മാരുടെ കാലത്തും ഇത് കാണുന്നുണ്ട്. കൗൺസിൽ കൂടുകയും ദുരുപദേശങ്ങളെ തിരുത്തുകയൊക്കെ ചെയ്യുന്നൊരു പരിപാടി നമ്മൾ കാണുന്നുണ്ട്. ഇന്ന് നമ്മുടെ കേരളത്തിലെ പെന്തക്കോസ്ത് സഭകൾക്ക് കൗൺസിലുകളുണ്ട്. ഇത്തരം കാര്യങ്ങൾക്കായിട്ട് നിങ്ങൾ കൗൺസിൽ കൂടാറുണ്ടോ? ഇപ്പം ഞാൻ പറയാം, ഞാനിതിന് ഗൗരവമില്ല എന്ന് പറഞ്ഞതിന്റെ കാര്യം മനസ്സിലായി. ഇതൊന്നും വളരെ വലിയ ഗൗരവമായ ഒരു ഉപദേശപരമായി അവതരിപ്പിക്കപ്പെടുന്ന സാധനമല്ല. എന്നിട്ടും ഇതിലേക്ക് ആളുകൾ എന്ത് ചെയ്യുന്നു, പോകുന്നു. അതിന്റെ പ്രശ്നമാണ് ഞാൻ പറഞ്ഞത്. അതിന്റെ കാരണം എന്ന് പറയുന്നത് കേരളത്തിലെ പെന്തക്കോസ്ത് പ്രസ്ഥാനങ്ങൾ തന്നെയാണ്. അതാണ് നമ്മൾ ഇതുവരെ ചർച്ച ചെയ്തു വന്നത്. കാരണം നമ്മുടെ ഒരു പുതിയ കാലഘട്ടം നമ്മൾ എടുത്തു നോക്കുമ്പോൾ വചനത്തെ ഗൗരവമായി